ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്കപ്പായസമാണ്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ, അതുപോലെ തന്നെ ഉരുക്കിയ ശർക്കര, നെയ്യ്, ആവശ്യത്തിന് അണ്ടിപ്പരിപ്പും മുന്തിരിയും, അതുപോലെ തന്നെ കുറച്ച് ഏലക്ക, പിന്നെ വേവിച്ചെടുത്ത ചക്കയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഒരു ചൂടായ പാനിലോട്ട് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യ് ചൂടായിട്ടുണ്ട്. നമ്മളതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചക്ക ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടൈറ്റ് ഉണ്ടാവും, എന്നാലും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാൻ നോക്കുക. ഏത് ചക്ക ആയാലും പറ്റൂട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഇതാ നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട്. നമ്മളതിന് ശേഷം ഏലക്ക 4 എണ്ണം പൊടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ പൊടിച്ചെടുത്തത് ചേർത്തതിന് ശേഷം അത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ചക്കയിൽ ബെസ്റ്റ് ഈ പായസം ഉണ്ടാക്കാൻ വരക്കൻ ചക്ക കേട്ടോ, ബെസ്റ്റ്. ഇനി നമ്മൾ അതിക്ക് തേങ്ങാപ്പാൽ 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അത് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അത് നമ്മൾ തിളക്കാൻ വെക്കണം. ചെറുതായിട്ട് തിള വരുന്നുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ദാ തള വന്ന് കഴിഞ്ഞ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി അടുത്തൊരു പാൻ എടുത്തിട്ട് നമ്മൾ അതിലോട്ട് വീണ്ടും നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തെടുക്കാനാണ്. അപ്പോൾ നെയ്യ് ചൂടായതിന് ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അണ്ടിപ്പരിപ്പ് ഒരു ബ്രൗൺ ഷെയ്ഡ് കളറാകുമ്പോഴേക്കിന് മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് അണ്ടിപ്പരിപ്പ് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. ഇനി രണ്ടും ബ്രൗൺ ഷെയ്ഡ് കളറായി വരുമ്പോൾ നമുക്ക് അതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ നമ്മുടെ ചക്കപ്പായസത്തിലോട്ട് നേരത്തെ ഇതാക്കി വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇത്രേ ഉള്ളൂ കേട്ടോ. ശരിക്കും നല്ല രസമുണ്ട്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.